ഭർത്താവിനനുസരിച്ച് തന്നെ കാര്യം ഭാര്യ ഉണ്ടാകലെന്ന്. ആണുങ്ങൾക്ക് അനുസരിച്ചാണ് പെണ്ണുങ്ങൾ കിട്ടുക. നമ്മളിത് എന്തെങ്കിലും കളിൻ്റെ ഓലത്തും കുറിച്ച് കളിയൊക്കെ അബ്ദുല്ലാഹി ബൈയായിട്ട് ബന്ധപ്പെട്ട വലിയൊരു സംഭവം ഉണ്ടായത് പറയുന്നുണ്ട് മോമിനിങ്ങളെ. നിങ്ങൾ ചിലപ്പോൾ വെള്ളിയാഴ്ചതൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ബനൂ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇയാൾ 2 പിത്തന ഉണ്ടാക്കാൻ ശ്രമിച്ചു. വില പണിതാണ്, യുദ്ധത്തിനൊക്കെ പോരും, ചാൻസ് കിട്ടിയാൽ കുഴപ്പമുണ്ടാവും. ആയിഷാബിനെ പറ്റി അപവാദം ഉണ്ടാക്കി. ബനൂ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് തങ്ങളും സ്വഹാബികളൊക്കെ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങി. ലാസ്റ്റ് എല്ലാവരോടൊന്ന് പോയി ആയിഷാബി അവിടെ ഒറ്റപ്പെട്ടു. ആയിഷ ബീവിനെ പിന്നെ ഏത് സ്വഹാബി കൊണ്ടേയാക്കി കൊടുത്തു സ്വഹാബത്തിൻ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക്? സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു ആണ് കൊണ്ടാക്കി കൊടുത്തത്. അതിൽ ഇയാൾ പറഞ്ഞു തുടങ്ങി, കണ്ടോ റസൂലുള്ളാഹിൻ്റെ ഭാര്യ രാത്രി ഒരുത്തൻ്റെ ഒപ്പം കടന്നു നോക്കിയാണ്ട് ഇപ്പോൾ കണ്ടോ വരുന്നത്, അതും പബ്ലിക്കായിട്ട്. എന്താ ഇപ്പോൾ അത്? അത് ശരി തന്നെയാണല്ലോ എന്ന് കുറേ ആളുകളൊക്കെ അങ്ങനെ പിത്തനുണ്ടാക്കുക. ഒരു പിത്തന അതായത് ഞാനെപ്പോഴും പറയലുണ്ട്, സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷാബിനോട് ഒന്നും സംസാരിച്ചതേ ഇല്ല. എന്തേ സംഭവിച്ചതെന്ന് ചോദിച്ചോ? ഒരു വർത്തമാനം പറഞ്ഞില്ല. സഫ്വാൻ മുഅത്തൽ ആകെ പറഞ്ഞത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ആകെ അദ്ദേഹം പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? ആയിഷാബിനെ കണ്ടപ്പോൾ. ആയിഷാബിനെ എങ്ങനെ കണ്ടത്? അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് കേൾക്കണമല്ലൊക്കെ അറിയണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിക്കാബ് ഉണ്ടായിരുന്നില്ല മുഖത്ത് നിന്നാണ്, ജിൽബാബ് ഉയർത്തി വെച്ചിരുന്നു. ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കല്ലേ, ഒറ്റക്ക് മരുഭൂമിയിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ് ആയിഷാബി. ഒറ്റക്കല്ലുള്ളൂ എന്നുള്ള ഇത് മുഖം കാട്ടിയിട്ടാണ് അപ്പോൾ ഇറങ്ങിയത്. അതുകൊണ്ടാണ് സഫ്വാൻ അറിഞ്ഞത്. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് സഫ്വാൻ എൻ്റെ മുഖം കാണുമായിരുന്നു. അങ്ങനെ ഞാൻ ആരാന്ന് അറിയാം. ആ സഫ്വാൻ എന്നെ കണ്ടതും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഉടനെ ആയിഷാബി എന്താ ചെയ്തത്? നിക്കാബ് താത്തിയിട്ടാണ് ചെയ്തത്. ചരിത്രമൊക്കെ അറിഞ്ഞിരിക്കണമല്ലാതെ അതൊന്ന് താത്തിച്ചു. പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒട്ടകത്തെ അവിടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തി കൊടുത്തു. അതിൻ്റെ പുറത്ത് ആര് കയറി? ആ ഒട്ടകത്തെ തെളിച്ച് സഫ്വാൻ അങ്ങനെ കൊണ്ടുപോയി. ഉച്ചക്ക് റസൂലുള്ളാഹിയൊക്കെ വിശ്രമിക്കാൻ ഇറങ്ങിയെടുത്ത് ഇവരെത്തി. അത്രേ ഉണ്ടായിട്ടുള്ളൂ, വേറെ വർത്തനം ഉണ്ടായിട്ടില്ല. ഈ ചങ്ങായി ഫസാദ് ഉണ്ടാക്കി. അതിൽ കുറച്ച് മുഅ്മിനീങ്ങളും കൂടി ഓൽക്കൊക്കെ അടി കിട്ടി, എംബിച്ചടി പെഞ്ചല് പറഞ്ഞതിനുള്ള ആയത്തും കിട്ട് ഇറക്കി അല്ലാഹു തആല ആയിഷ ബീവിയുടെ ഇസ്മത്തും സുരക്ഷിതത്വം വ്യക്തമാക്കിക്കൊണ്ട് സൂറത്ത് നൂറിൽ പേജുകളോളം കൊണ്ട് ഇറക്കി. അത്തൊയ്യീബൂന ലിത്തൊയ്യിബാത്തി എന്നൊരു ആയത്തുണ്ട്. പരിശുദ്ധരായ ആണുങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ആണുങ്ങൾക്കാണ് പരിശുദ്ധകളായ സ്ത്രീകളെ കിട്ടുക. ഭർത്താവിനനുസരിച്ച് തന്നെ കാര്യം ഭാര്യ ഉണ്ടാകലെന്ന്. ഇത് റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധമായിരിക്കും ആയിഷ ബീവി എന്നുണ്ട്. ആണുങ്ങൾക്ക് അനുസരിച്ചാണ് പെണ്ണുങ്ങൾ കിട്ടുക. അല്ല നിങ്ങൾക്കൊക്കെ അഭിപ്രായം, പെണ്ണിട്ടവർക്ക് അഭിപ്രായം ഉണ്ടാവും. നമ്മളിത് എന്തെങ്കിലും കളിൻ്റെ ഓലത്തും കുറിച്ച് കളിയൊക്കെ 99% അങ്ങനെ ഉണ്ടാവുള്ളൂ. ചിന്തിക്കണം എന്ന് മാത്രം, ഓരോ മാത്രം കുറ്റാക്കിയിട്ട് കാര്യം. നമ്മൾ കുറച്ച് ദീനബോധം തൊക്കെ വെക്കേണ്ട ഓൽക്കും ഉണ്ടാവും. നമ്മളെന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓലും കുറച്ചൊക്കെ എല്ലാവരും ചിരിച്ചിട്ടുണ്ട്, എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് നച്ചതുകൊണ്ട് അങ്ങനെ നല്ല മറുപടിയാണ് കൊടുത്തു മുനാഫിക്കീങ്ങൾക്കും അപവാദം പ്രചരിപ്പിച്ച ആളുകളും. അതാണ് ഈ ചങ്ങായി അന്നുണ്ടാക്കിയ വലിയൊരു ഫസാദ്.